ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോളിഡ് ലിക്വിഡ് ഇക്വിലിബ്രിയ എന്ന ടൈപ്പ് 3 കമ്പോണൻറ്റ് സിസ്റ്റത്തിലെ രണ്ടാമത്തെ എക്സാമ്പിളാണ്. ഹൈഡ്രേറ്റ് ഫോർമേഷൻ ഇൻവോൾവ് ചെയ്യുന്ന സോൾട്ട് സിസ്റ്റംസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 2 സോൾട്ടും വാട്ടറും ഉള്ള സിസ്റ്റം കണ്ടു. അപ്പോൾ ആ 2 സോൾട്ടിൻ്റെയും പ്രത്യേകത അവർ തമ്മിലോ വാട്ടറുമായിട്ട് ചേർന്നോ ഒരു കോമ്പൗണ്ടും ഉണ്ടാവില്ല എന്നായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്, ദ സോൾട്ട്സ്. അപ്പോൾ അതിനകത്ത് ഒന്നോ അല്ലെങ്കിൽ രണ്ടോ പേർക്ക് സോൾട്ട് ഹൈഡ്രേറ്റ് ആയിട്ട് മാറാനായിട്ടുള്ള കഴിവുള്ള സോൾട്ടുകളായിരിക്കും. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്ന ആദ്യത്തെ സിസ്റ്റം ഫോർമേഷൻ ഓഫ് ഹൈഡ്രേറ്റ് ഡി ബൈ 1 കമ്പോണൻറ്റ് സേ എ. അപ്പോൾ അതിൽ തന്നെ നമ്മൾ ആദ്യത്തെ കേസ് നോക്കുന്നു. നമ്മുടെ കയ്യിൽ എയും ബിയും എന്ന് പറഞ്ഞ 2 സോൾട്ടുണ്ട്, വെള്ളവുമുണ്ട്. അതാണ് 3 കമ്പോണൻറ്റ് സിസ്റ്റം. ഇതിൽ എക്ക് ഒരു ഹൈഡ്രേറ്റ് ഉണ്ടാകാനായിട്ട് പറ്റും. ഇപ്പോൾ എ ഡോട്ട് H2O. ഇപ്പോൾ നമ്മൾ ഹൈഡ്രേറ്റഡ് സിസ്റ്റംസൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ എ ഡോട്ട് H2O, എ ഡോട്ട് 5H2O എന്ന് പറഞ്ഞ ഹൈഡ്രേറ്റഡ് സോൾട്ടുകൾ നമ്മൾ പരിചയമുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒരു ഹൈഡ്രേറ്റഡ് സിസ്റ്റമായിട്ട് മാറാനായിട്ട് ഇവർക്ക് സാധിക്കും ഒരു സോൾട്ടിന്. ദെൻ ഇനി പറയുന്ന കാര്യം എ ബി ആൻഡ് ദ ഹൈഡ്രേറ്റ് ഡി ആർ നോട്ട് മിസിബിൾ. അപ്പോൾ സോൾട്ട് എയും സോൾട്ട് ബിയും തമ്മിൽ മിക്സ് ചെയ്യില്ല, അതുപോലെ ഹൈഡ്രേറ്റും ഇവരുമായിട്ട് മിക്സ് ചെയ്യില്ല. സോ കൺസിഡർ എ 3 കമ്പോണൻറ്റ് സിസ്റ്റം ഇൻ വിച്ച് 2 സോൾട്ട്സ് എ ആൻഡ് ബി ആൻഡ് വാട്ടർ പ്രസൻറ്റ്. നമുക്ക് 2 സോൾട്ടും ഉണ്ട്, വാട്ടറും ഉണ്ട്. അതാണ് നമ്മുടെ 3 കമ്പോണൻറ്റ് സിസ്റ്റം. എ വിൽ ഫോം എ ഹൈഡ്രേറ്റ് ഡി വിത്ത് വാട്ടർ. എക്ക് ഡി എന്ന് പറഞ്ഞ ഹൈഡ്രേറ്റ് ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. ദ ബിഹേവിയർ ഓഫ് സച്ച് എ സിസ്റ്റം ഈസ് ഡെപ്പിക്റ്റഡ് ബിലോ. സോ ഇതാണ് നമ്മൾ അത്തരത്തിലുള്ള സിസ്റ്റത്തിൻ്റെ ഫേസ് ഡയഗ്രാം. അപ്പോൾ ഇപ്പം നമ്മൾ നോക്കേണ്ട കാര്യം എ ബി എന്ന് പറഞ്ഞ് 2 സോൾട്ടുണ്ട്. അതിൽ എ എന്ന് പറഞ്ഞ സോൾട്ടിന് ഹൈഡ്രേറ്റ് ഫോർമേഷൻ പോസിബിൾ ആണ്. ദെൻ ഇത് ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യാം. എ ബി സി എന്ന് പറഞ്ഞ വെർട്ടീസസ് പ്യുവർ കമ്പോണൻറ്റിനെ സൂചിപ്പിക്കും. അതിൽ എ എന്ന് പറഞ്ഞ ഒരു സോൾട്ട്, ബി എന്ന് പറഞ്ഞാൽ മറ്റൊരു സോൾട്ട്, സി എന്ന് പറഞ്ഞാൽ വാട്ടർ. അപ്പോൾ എയുടെ പ്രത്യേകത എന്താണ്? ദേ ക്യാൻ ഫോം ഹൈഡ്രേറ്റ് വിത്ത് വാട്ടർ. ബി നോർമൽ സോൾട്ടാണ്. ഇനി നമ്മൾ ഈ സിസ്റ്റത്തിനെ കുറിച്ച് പഠിക്കാൻ പോകുന്നു. വെൻ എ സ്മോൾ എമൗണ്ട് ഓഫ് സോൾട്ട് എ ഈസ് ആഡഡ് ടു പ്യുവർ വാട്ടർ. അപ്പോൾ നമ്മൾ ഇത്തവണ തുടങ്ങാൻ പോകുന്നത് ഒരു ബീക്കറിൽ വെള്ളം എടുത്തു വെച്ചാണ്. അല്പം സോൾട്ട് നമ്മൾ ഇടാൻ പോകുന്നു. ഇറ്റ് ഡിസോൾവ്സ്. അത് ഡിസോൾവ് ചെയ്ത് ഒരു അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ കിട്ടും. വീണ്ടും നമ്മൾ സോൾട്ട് ഇടുന്നു, അൺസാച്ചുറേറ്റഡ് സൊല്യൂഷനാണ്, പക്ഷേ അതിൻ്റെ കോൺസെൻട്രേഷൻ കൂടിക്കൂടി വരുന്നു. ഇനി നമ്മൾ തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. ഈ സ്മോൾ എ എത്തിക്കഴിയുമ്പോഴത്തേനും ഇറ്റ് വിൽ ബിക്കം സാച്ചുറേറ്റഡ് വിത്ത് റെസ്പെക്ട് ടു ഹൈഡ്രേറ്റ് ഡി. അപ്പോൾ സാച്ചുറേറ്റഡ് ആയി കഴിയുമ്പോൾ അല്പം സോളിഡ് പുറത്തേക്ക് വരാൻ തുടങ്ങും. ആ സോളിഡ് എ ആയിട്ടല്ല വരുന്നത്, നമ്മൾ സോൾട്ട് എ ആണ് ഇട്ടത്, പക്ഷേ അത് വെള്ളവുമായി ചേർന്ന് അതിൻ്റെ ഹൈഡ്രേറ്റ് ആയിട്ടായിരിക്കും വരിക. എ ഡോട്ട് H2O എന്ന് പറഞ്ഞ് വാട്ടർ മോളിക്യൂൾ കൂടി അസോസിയേറ്റ് നിൽക്കുന്ന സോളിഡ് സിസ്റ്റമായിട്ടായിരിക്കും പുറത്തേക്ക് വരിക. Then this hydrate crystallize out with a fixed number of water of hydration. അപ്പോൾ ഓരോ സോൾട്ടിനനുസരിച്ച് ചിലപ്പോൾ 1 വാട്ടർ മോളിക്യൂൾ ആവാം, 2 വാട്ടർ മോളിക്യൂൾ ആവാം, 5 ആവാം, 7 ആവാം, 10 ആവാം. അപ്പോൾ അങ്ങനെ ഒരു ഡെഫിനിറ്റ് നമ്പർ ഓഫ് വാട്ടർ ഓഫ് ഹൈഡ്രേഷൻ ഉപയോഗിച്ച് അവർ ക്രിസ്റ്റലൈസ് ചെയ്യപ്പെടും. ദെൻ അറ്റ് പോയിൻറ്റ് ഡി ദ ഫോർമേഷൻ ഓഫ് ഹൈഡ്രേറ്റ് ഇറ്റ് ഇസ് കംപ്ലീറ്റ്. അപ്പോൾ ഇവിടെ എത്തിക്കഴിയുമ്പോഴത്തേനും ഹൈഡ്രേറ്റ് മുഴുവനായിട്ടും ഉണ്ടാവും, അത്രയ്ക്കും കൂടുതൽ അളവായി. അപ്പോൾ ഉള്ള വെള്ളമെല്ലാം ഹൈഡ്രേറ്റ് ഉണ്ടാക്കാനായിട്ട് ഇവരുപയോഗിച്ചു, ഹൈഡ്രേറ്റ് ഡി ആയി മാറി. ഇനി താഴേക്ക് വീണ്ടും നമ്മൾ എ ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഇനി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഹൈഡ്രേറ്റ് ഫോർമേഷൻ നടക്കത്തില്ല, എ അതേപടി നിൽക്കും. അഡീഷൻ ഓഫ് മോർ എ വിൽ നോട്ട് ബ്രിങ് എനി ചേഞ്ച് ബട്ട് റിമെയിൻ അലോങ് വിത്ത് ദ ഹൈഡ്രേറ്റ്. അപ്പം നമ്മൾ എവിടെ നിന്നാണ് തുടങ്ങിയത്? സി, അതായത് വെള്ളമെടുത്തു, അതിൻ്റെ അകത്ത് സോൾട്ട് ആഡ് ചെയ്തു, അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ കിട്ടി. സ്മോൾ എ എത്തിക്കഴിയുമ്പോൾ അതിന് സാച്ചുറേറ്റഡ് ആയി. ഇനി ഇട്ട് കഴിഞ്ഞാൽ അത് സോളിഡായിട്ട് മാറണം. ആ സോളിഡ് എ അല്ല, വെള്ളം കൂടി ചേർന്നുള്ള ഹൈഡ്രേറ്റ് ആണ്. ഇനി താഴേക്ക് ഹൈഡ്രേറ്റിൻ്റെ അളവ് കൂടിക്കൂടി വരുന്നു. ഡി എന്ന പോയിൻ്റ് എത്തുന്നവരെ ഹൈഡ്രേറ്റ് ഉണ്ടാവും. അതിനുശേഷം വീണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എക്ക് വ്യത്യാസമൊന്നും വരത്തില്ല, എ ആയിട്ട് തന്നെ അവിടെ സോളിഡായിട്ട് നിൽക്കും.
ഇഫ് വി സ്റ്റാർട്ട് വിത്ത് പ്യുവർ എ, അപ്പോൾ നമ്മൾ കുറച്ചും കൂടി സിമ്പിളായി ഈ സിസ്റ്റത്തിനെ കാണാം. നമ്മൾ എ എന്ന് പറഞ്ഞ സോൾട്ടിൽ തുടങ്ങുന്നു. ഒരു ബീക്കറിൽ ഒരു സോൾട്ട് എടുത്ത് വെച്ചിരിക്കുന്നു. ദെൻ നമ്മൾ അതിനകത്തൊരു വെള്ളം ആഡ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ സിസ്റ്റം ഈ ഡയറക്ഷനിൽ മൂവ് ചെയ്യും. ഇഫ് വി സ്റ്റാർട്ട് വിത്ത് പ്യുവർ എ, ഫോർമേഷൻ ഓഫ് ഹൈഡ്രേറ്റ് വിൽ സ്റ്റാർട്ട് ആൻഡ് അറ്റ് ഡി ദ ഹൈഡ്രേറ്റ് ഫോർമേഷൻ ഈസ് കംപ്ലീറ്റ്. അപ്പോൾ ഇവിടെ എത്തുന്നത് വരെ ഹൈഡ്രേറ്റ് ഫോർമേഷൻ നടക്കും. The hydrate formation is complete and the hydrate will dissolve by further addition of water. അപ്പോൾ ഇങ്ങോട്ട് പോകുന്നതനുസരിച്ച് ഹൈഡ്രേറ്റ് പതിയെ ഡിസോൾവ് ചെയ്ത് തുടങ്ങും. സ്മോൾ എ എത്തിക്കഴിയുമ്പോഴത്തേനും ആ പ്രോസസ്സ് തീരും. അറ്റ് സ്മോൾ എ ദ ഹോൾ ഓഫ് ദ ഹൈഡ്രേറ്റ് ഈസ് ഡിസോൾവ്. ആഫ്റ്റർ ദാറ്റ് ഇറ്റ് ബിക്കംസ് അൺസാച്ചുറേറ്റഡ്. ഇനിയും നമ്മൾ വെള്ളം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബിക്കം അൺസാച്ചുറേറ്റഡ്. അപ്പോൾ നമ്മൾ രണ്ട് രീതിയിലും കണ്ടു. വെള്ളം എടുത്ത് അതിനകത്തൊരു സോൾട്ട് ഇടുമ്പോൾ എന്ത് സംഭവിക്കുന്നത് കണ്ടു, സോൾട്ട് എടുത്ത് അതിനകത്ത് വെള്ളം ഒഴിക്കുമ്പം എന്താണ് സംഭവിക്കുന്നതെന്നും കണ്ടു. ദെൻ ലൈൻ എ സി, അതായത് സ്മോൾ എ സി, ദിസ് ഇസ് സ്മോൾ എ ക്യാപിറ്റൽ സി. ലൈൻ എ സി ഷോസ് ദ അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ. ആ പോയിന്റിൽ അവിടെ ഇരിക്കുന്ന ഏത് പോയിന്റ് എടുത്താലും ദാറ്റ് റെപ്രസെൻറ്റ്സ് ആൻ അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ. ദെൻ അലോങ് ഡി എ ദ ഹൈഡ്രേറ്റ് ഡി ആൻഡ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻസ് ആർ പ്രസൻറ്റ്. ഇതാണ് ഡി എ. ഈ പോയിന്റിനിടയ്ക്ക് എന്താ സംഭവിക്കുന്നത്, ഹൈഡ്രേറ്റ് ഡിയും ഉണ്ട്, അതിൻ്റെ സാച്ചുറേറ്റഡ് സൊല്യൂഷനും ഉണ്ട്. ബട്ട് അലോങ് എ ഡി, ക്യാപിറ്റൽ എ ക്യാപിറ്റൽ ഡി, ഡി ആൻഡ് എ ആർ പ്രസൻറ്റ്. അപ്പോൾ ഈ ലൈനിൽ എ ഡി എന്ന് പറഞ്ഞ ക്യാപിറ്റൽ എ ഡി എന്ന് പറഞ്ഞ ലൈനിൽ ഡിയും ഉണ്ട് എയും ഉണ്ട്. ദെൻ ബി സി, ക്യാപിറ്റൽ ബി സ്മോൾ സി ഗീവ്സ് ദ കോമ്പോസിഷൻ ഓഫ് ബി ആൻഡ് ഇറ്റ്സ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. അപ്പോൾ രണ്ടാമത്തെ സോൾട്ടിന് ഈ പ്രത്യേകതയൊന്നുമില്ല. നമ്മൾ കഴിഞ്ഞ സിസ്റ്റത്തിൽ സോഡിയം ക്ലോറൈഡിൻ്റെയോ പൊട്ടാസ്യം ക്ലോറൈഡിൻ്റെയോ പഠിച്ച പോലെ തന്നെയാണ് അവരുടെ സോലുബിലിറ്റിയാണ് ബി സി കാണിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഒരു ബീക്കറിൽ സോൾട്ട് ബിയിൽ തുടങ്ങുന്നു, വെള്ളം ഒഴിക്കുന്നു, പതിയെ കുറേശ്ശെ ഡിസോൾവ് ചെയ്ത് തുടങ്ങുന്നു. അപ്പോൾ സാച്ചുറേറ്റഡ് സൊല്യൂഷനും ഉണ്ട്, സോളിഡ് ബിയും ഉണ്ട്. ഇനി സി എന്ന് പറഞ്ഞ പോയിന്റ് എത്തിക്കഴിയുമ്പോഴത്തേനും കംപ്ലീറ്റ് ആയിട്ട് അത് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ മാത്രമായി ഉള്ള സോൾട്ട് എല്ലാം ഡിസോൾവ് ചെയ്തു. ഇനിയും നമ്മൾ വെള്ളം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഇങ്ങോട്ട് കിട്ടി. സോ ബി സി ഗിവ്സ് ദ കോമ്പോസിഷൻ ഓഫ് ബി ആൻഡ് ഇറ്റ്സ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. അപ്പോൾ ഈ ഭാഗത്ത് ഒരു സോൾട്ട് ബിയും ഉണ്ട്, സാച്ചുറേറ്റഡ് സൊല്യൂഷനും ഉണ്ട്. ദ കർവ് എ ബി, ഇനി നമ്മൾ ഈ ഭാഗത്തെയാണ് സൂചിപ്പിക്കുന്നത്, എ ബി എന്ന് പറഞ്ഞ കർവ്. ദ കർവ് എ ബി ഗീവ്സ് ദ വേരിയേഷൻ ഓഫ് സോലുബിലിറ്റി ഓഫ് ഡി ബൈ ദ അഡീഷൻ ഓഫ് ബി. അപ്പോൾ ഈ എ എന്ന് പറഞ്ഞ പോയിന്റിൽ ഇവിടെ എന്താണുള്ളത്, ഡി എന്ന് പറഞ്ഞ ഹൈഡ്രേറ്റഡ് സിസ്റ്റമാണ്. ഡി എന്താ, എ ഡോട്ട് എക്സ് H2O എന്ന് പറഞ്ഞ എയുടെ ഹൈഡ്രേറ്റ് ആണ്. അപ്പോൾ അതിൽ സാച്ചുറേറ്റഡ് ആയി നിൽക്കുവാണ് സ്മോൾ എയിൽ. അതിൻ്റെ അകത്തോട്ട് നമ്മൾ കുറച്ച് ബി ആഡ് ചെയ്യുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും, ബി അതിൻ്റെ അകത്ത് ഡിസോൾവ് ചെയ്യുകയും ഹൈഡ്രേറ്റ് ഡി സോളിഡായിട്ട് പുറത്തേക്ക് വരികയും ചെയ്യും. ദ കോമ്പോസിഷൻ മൂവ് അലോങ് സ്മോൾ എ സ്മോൾ ബി. അപ്പോൾ ഈ ലൈനിൽ അത് മൂവ് ചെയ്യും. ദെൻ ബി സി ഈസ് ദ സോലുബിലിറ്റി കർവ് ഓഫ് ബി ബൈ ദ അഡീഷൻ ഓഫ് എ. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബി ഹൈഡ്രേറ്റ് ഒന്നും ഉണ്ടാക്കത്തില്ല, സോ ഇറ്റ് റെപ്രസെൻറ്റ്സ് പ്യുവർ സോൾട്ട്. അപ്പം ഈ കർവ് സൂചിപ്പിക്കുന്നത് ഇറ്റ് ഈസ് എ സോലുബിലിറ്റി കർവ് ഓഫ് ബി ബൈ ദ അഡീഷൻ ഓഫ് എ. ദെൻ അറ്റ് പോയിന്റ് ബി, ഈ സെൻറ്ററിലുള്ള പോയിൻ്റാണ് ബി, സോൾട്ട് ബി, ഹൈഡ്രേറ്റ് ഡി ആൻഡ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻസ് ആർ പ്രസൻറ്റ്. At small b, salt b, hydrate d and saturated solutions are present. The phase diagram consists of 5 distinct regions. അപ്പോൾ ഇനി ഈ ഫേസ് ഡയഗ്രത്തെ ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഫേസ് ഡയഗ്രത്തെ 5 റീജിയൻസ് ആയിട്ട് പറയാം. ദിസ് ഈസ് റീജിയൻ 1, ദിസ് ഈസ് 2, ദിസ് ഈസ് 3, ദിസ് ഈസ് 4 ആൻഡ് ദിസ് ഈസ് 5. ആ 5 റീജിയൻസ്, ആ 5 റീജിയൻസിനെ നമുക്ക് ഫേസ് റൂൾ ഉപയോഗിച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ റീജിയൻ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈസ് ദ റീജിയൻ 1, ക്യാപിറ്റൽ സി എ ബി സി, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, സി എ ബി സി. അവിടെ അൺസാച്ചുറേറ്റഡ് സൊല്യൂഷനാണ്. നമ്പർ ഓഫ് ഫേസ് എന്ന് പറഞ്ഞാൽ ഒറ്റ ഫേസേ ഉള്ളൂ, കംപ്ലീറ്റ്ലി സോലുബിൾ ആണ്, അൺസാച്ചുറേറ്റഡ് സൊല്യൂഷനാണ്. സോ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഈസ് 2, എഫ് ഈസ് ഈക്വൽ ടു 3 - 1 = 2. ഇനി നമ്മൾ രണ്ടാമത്തെ റീജിയനിൽ നോക്കുന്നു, ഡി എ ബി, ഇതാണ് ആ റീജിയൻ.
DABയുടെ പ്രത്യേകത അവിടെ ഹൈഡ്രേറ്റ് ഡിയും ഉണ്ട്, സാച്ചുറേറ്റഡ് സൊല്യൂഷനും ഉണ്ട്. അപ്പോൾ 2 ഫേസസ് ഉണ്ട്. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഈസ് 1. അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് ADB എന്ന് പറഞ്ഞ തേർഡ് റീജിയനാണ്. അവിടെ ഹൈഡ്രേറ്റ് ഡി ഉണ്ട്, സോൾട്ട് എ ഉണ്ട്, സോൾട്ട് ബി ഉണ്ട്. അപ്പോൾ 3 സിസ്റ്റംസ് അവിടെ ഉണ്ട്. സോൾട്ട് എ, ഹൈഡ്രേറ്റ് ഡി, സോൾട്ട് ബി. അപ്പോൾ അവിടെ നമ്പർ ഓഫ് ഫേസസ് 3 ആണ്. സോ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം F ഈസ് ഈക്വൽ ടു 3 മൈനസ് P 0 ആണ്. ഇനി വീണ്ടും നമ്മൾ അടുത്ത സിസ്റ്റത്തിലേക്ക് നോക്കുന്നു. ഡി ബി ബി. അവിടെയുള്ളത് ഹൈഡ്രേറ്റ് ഡി ഉണ്ട്, സോൾട്ട് ബി ഉണ്ട്, സാച്ചുറേറ്റഡ് സൊല്യൂഷനും ഉണ്ട്. സോ നമ്പർ ഓഫ് ഫേസസ് ഈസ് 3. നമുക്ക് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 0 ആണ്. ഇനി ലാസ്റ്റ് വൺ BCB, ഇതാണ് ലാസ്റ്റ് റീജിയൻ. അവിടെ സോൾട്ട് ബിയും ഉണ്ട്, സാച്ചുറേറ്റഡ് സൊല്യൂഷനും ഉണ്ട്. സോ നമ്പർ ഓഫ് ഫേസസ് ഈസ് 2. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 3 മൈനസ് 2 ഈക്വൽ ടു 1. അപ്പോൾ അങ്ങനെ ഈ റീജിയനെ നമുക്ക് ഓരോന്നിനെയും പലതായിട്ട് എക്സ്പ്രസ് ചെയ്യാം. ആക്ച്വലി ഈ റീജിയനിൽ അല്പം സാച്ചുറേറ്റഡ് സൊല്യൂഷൻസ് കൂടിയുണ്ട്. അപ്പം നമുക്ക് നമ്പർ ഓഫ് ഫേസസ് 3ക്ക് മുകളിലേക്ക് വേണമെങ്കിൽ എടുക്കാം, പക്ഷേ അങ്ങനെ എടുക്കുന്നില്ല. നമ്മൾ 3 എന്നുള്ളത് എടുക്കുന്നേ ഉള്ളൂ. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഒരിക്കലും നെഗറ്റീവ് ആവാൻ പറ്റത്തില്ല. 0 എന്ന് പറഞ്ഞാൽ ഇൻവേരിയൻറ്റ് സിസ്റ്റം വരെ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മളത് ഉദ്ദേശിക്കാത്തത്. ദിസ് ടൈപ്പ് ഓഫ് ഫേസ് ഡയഗ്രം ഈസ് ഒബ്റ്റെയിൻഡ് ഇൻ ദ കേസ് ഓഫ് NaCl, സോഡിയം സൾഫേറ്റ് ആൻഡ് വാട്ടർ സിസ്റ്റം അറ്റ് 15 ഡിഗ്രി സെൽഷ്യസ്. ഇപ്പോൾ 2 സോൾട്ട് ഉണ്ട്, സോഡിയം ക്ലോറൈഡും സോഡിയം സൾഫേറ്റും വെള്ളവും. അതിൽ സോഡിയം സൾഫേറ്റ് ഹൈഡ്രേറ്റഡ് സിസ്റ്റമായിട്ടായിരിക്കും നിൽക്കുക. അപ്പോൾ 15 ഡിഗ്രി സെൽഷ്യസിൽ ഇത്തരത്തിലുള്ള ഒരു ബിഹേവിയർ ആയിരിക്കും ഈ സിസ്റ്റം കാണിക്കുക. സോഡിയം ക്ലോറൈഡ്, സോഡിയം സൾഫേറ്റ്, വാട്ടർ സിസ്റ്റം. ഇനി ഈ സിസ്റ്റത്തിലുള്ള ഒരു പർട്ടിക്കുലർ പോയിൻ്റ് ഇരിക്കുന്ന ഒരു കോമ്പോസിഷൻ നമ്മൾ എടുക്കുന്നു, സേ P. ആ P എന്ന് പറഞ്ഞ പോയിൻ്റ് ഐസോബാറിക് ഇവാപറേഷന് വിധേയമാകുന്നു. When an unsaturated solution P is evaporated, the concentration of water decreases and the composition of the solution moves along the line PDEFG. അപ്പോൾ PDEFG എന്ന് പറഞ്ഞാൽ ഈ ലൈനിൽ കൂടി മൂവ് ചെയ്യും. ആ ലൈൻ എങ്ങനെ നമുക്ക് കിട്ടുന്നത്? P ആണ് നമ്മുടെ പോയിൻറ്റ്. നമ്മൾ വെള്ളത്തിൻ്റെ അളവാണ് കുറച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 100% വെള്ളം നമ്മളെടുത്തു, ഈ പോയിൻ്റ് കണക്ട് ചെയ്തു, ABയിലേക്ക് ആ ലൈൻ അങ്ങ് എക്സ്ട്രാപോളേറ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മൾ PDEFG വരച്ചെടുത്തത്. ഇനി അറ്റ് ഡി എന്ന് പറഞ്ഞാൽ ഇതാണ് D. ദ ഹൈഡ്രേറ്റ് D സ്റ്റാർട്ട്സ് സെപ്പറേറ്റിംഗ് ഔട്ട്. അപ്പോൾ ഇവിടെ അൺസാച്ചുറേറ്റഡ് സൊല്യൂഷനാണ്, ഒറ്റ ഫേസേ ഉള്ളൂ. സ്മോൾ ഡി വരെ എത്തിക്കഴിയുമ്പം എങ്ങനെ സ്മോൾ ഡി എത്തുന്നത്? വെള്ളത്തിൻ്റെ അളവ് കുറച്ച് സ്മോൾ ഡിയിൽ എത്തിക്കഴിയുമ്പോഴത്തേനും ദ ഹൈഡ്രേറ്റ് D സ്റ്റാർട്ടഡ് സെപ്പറേറ്റിംഗ് ഔട്ട് ആൻഡ് കോൺസെൻട്രേഷൻ മൂവ്സ് അലോങ് DE ആൻഡ് ദ സൊല്യൂഷൻ ബിക്കം സാച്ചുറേറ്റഡ് വിത്ത് റെസ്പെക്ട് ടു D. അപ്പം E എത്തുന്ന വരെ അവിടെ അതാണ് നടക്കുന്ന കാര്യം. ദെൻ അറ്റ് E ഇവിടെ എത്തി. നൗ സോളിഡ് B ക്രിസ്റ്റലൈസ് ഔട്ട് എലോങ് വിത്ത് D. അപ്പോൾ ഡിയുടെ കൂടെ B കൂടി പുറത്തേക്ക് വരാൻ തുടങ്ങും. അപ്പോൾ ഡിയും ഉണ്ട്, ബിയും ഉണ്ട്, സാച്ചുറേറ്റഡ് സൊല്യൂഷനും ഉണ്ട്. Then as evaporation proceeds, the amount of water decreases and at F, dehydration of D will start. അപ്പോൾ നമുക്ക് ഓൾറെഡി D കിട്ടി, അതിനുശേഷം ഡിയും ബിയും ഉണ്ടാകാൻ തുടങ്ങി. Fൽ എത്തിക്കഴിയുമ്പോഴത്തേനും പിന്നെയും നമ്മൾ വെള്ളത്തിൻ്റെ അളവ് കുറച്ച് കഴിഞ്ഞാൽ പതിയെ ഡിയിലെ ഡീഹൈഡ്രേഷൻ സംഭവിച്ചു തുടങ്ങും. ഡീഹൈഡ്രേഷൻ സംഭവിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? A സെപ്പറേറ്റ് ചെയ്ത് വരാൻ തുടങ്ങും along with the B. At G, all the water is evaporated and solid residue of A and B with composition XA equal to GB and XB equal to GA is left behind. Then XA എന്ന് പറഞ്ഞാൽ എയുടെ അളവ് എത്രയുണ്ടെന്ന് നോക്കണം. അപ്പോൾ A ഇത്
ബി ഇത് 100%. നമ്മുടെ പോയിന്റ് ഇവിടെയാണ് നിൽക്കുന്നത്, എയുടെ അടുത്താണ് നിൽക്കുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞത് ഇത് 10, 20, 30, 40, 50, 60, 70, 80 നമുക്ക് പറയാം. അപ്പോൾ ഈ ഡിസ്റ്റൻസ് ആണ് ബി ജി എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് ആണ് എക്സ് എ ജി എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ജി എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് എക്സ് പി. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ഈ ഒരു റീജിയണിൽ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ കൂടി കാണാമെന്ന്. അത് ആക്ച്വലി ഇതിനോട് കൂടി ചേർന്നായിരിക്കും നിൽക്കുക. സോ തിയററ്റിക്കലി നമുക്ക് പറയാൻ പറ്റില്ല, കാരണം മൊത്തമായിട്ട് സോൾട്ട് ഹൈഡ്രേറ്റിൻ്റെ ഭാഗമായിരിക്കും വെള്ളം. പ്രാക്ടിക്കലി നമ്മൾ ചെയ്യുമ്പോൾ അല്പം വെള്ളം കൂടി അതിനകത്തുണ്ടാവാം. അപ്പോൾ അതാണ് നമ്മൾ മെത്തേഡ് ഓഫ് വെറ്റ് റെസിഡ്യൂ എന്നുള്ള രീതിയിൽ അനലൈസ് ചെയ്യുന്നുണ്ട്. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ സിലബസിൽ പോകേണ്ട ആവശ്യമില്ല, നമ്മൾ നോട്ട്സിൽ അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തിയററ്റിക്കലി ഉള്ള വെള്ളം മുഴുവൻ ആ സോൾട്ടിൻ്റെ കൂടെ ചേർന്നിരിക്കും, ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കും എന്നത് വെച്ചിട്ടാണ് നമ്മൾ നമ്പർ ഓഫ് ഫേസസ് 3 എന്ന് പറയുന്നത്. ദെൻ അപ്പം നമുക്ക് എയുടെയും ബിയുടെയും അളവ് അറിയാനായിട്ട് സാധിക്കും. ഇങ്ങനെയാണ് നമുക്കൊരു സിസ്റ്റത്തിനെ, അതായത് എ ബി എന്ന് പറഞ്ഞ് 2 സോൾട്ടും വെള്ളവുമുള്ള 3 കമ്പോണൻറ്റ് സിസ്റ്റമാണ്. അതിൽ ഒരു സോൾട്ട് ഹൈഡ്രേറ്റ് ഫോർമേഷൻ നടത്തിക്കഴിഞ്ഞാൽ ഈ രീതിയിൽ സിസ്റ്റം ബിഹേവ് ചെയ്യും.